ഹരിത കേരളം, നവകേരളം, ഇങ്ങനെ ഒരു മുദ്രാവാക്യങ്ങൾക്കൊന്നും ഒരു കുറവില്ല. അപ്പോഴും പുതിയ പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷം കേരളത്തിലെ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള നദിയായി കരമന നദി കയറി വന്നു. അതിനുശേഷം കല്ലായിപ്പുഴ വന്നു. കേരളത്തിലെ കോഴിക്കോടുള്ള കല്ലായിപ്പുഴയുടെ തീരത്തെന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ ഉണ്ടല്ലോ, ആ കല്ലായിപ്പുഴ വന്നു. ഇപ്പോഴിതാ അതിനെല്ലാം കവച്ചു വെച്ചുകൊണ്ട് വാമനപുരം നദി വന്നിരിക്കുകയാണ്. ഞാൻ വാമനപുരം നദിയെക്കുറിച്ച് ചില പഠനങ്ങൾ കൂടി നടത്താൻ അവസരം കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പോൾ മാത്രമല്ല നദിയുടെ ഉത്ഭവസ്ഥാനം മുതൽ പല സ്ഥലങ്ങളും കാണാനും പോകാനും ഒക്കെ അവസരം കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പോൾ എൻ്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പറയട്ടെ, വാമനപുരം നദിക്ക് വലിയ ആയുസുള്ളൊരു നദിയല്ല. കാരണം ആ നദിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നദി വരണ്ട് പോകാറുണ്ട്. ഒരു പ്രാവശ്യം കിളിമാനൂർ പ്രദേശത്തെ ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ ആദ്യ സർക്കാരിന്റെ കാലത്ത് പരിപാടി വെച്ച് മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് വരെ വെച്ചതാണ് കുടിവെള്ള പദ്ധതി, കേടപള്ളിയുടെ കുടിവെള്ള പദ്ധതിക്ക്. പക്ഷേ വെള്ളം കൊടുക്കാൻ പറ്റിയില്ല. കാര്യം വേനൽ സമയം ആയതുകൊണ്ട് വെള്ളം കൊടുക്കാൻ പറ്റുന്നില്ല, നദിയിൽ വെള്ളമില്ലായിരുന്നു. അങ്ങനെ വലിയ തോതിൽ നദി വറ്റിപ്പോയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് വാമനപുരം ജംഗ്ഷനിൽ വെച്ച് അന്ന് ഞങ്ങളൊക്കെ പോയി കാണുക ചെയ്തതാണ്. അന്ന് കോലിക്കുടിശ്ശൻ നായരായിരുന്നു MLA. ആ MLA ഒക്കെ വന്ന് ഒരുപാട് പരിപാടികളൊക്കെ ചെയ്തതാണ്. അപ്പോൾ അന്ന് വാമനപുരം ജംഗ്ഷന് ഇപ്പുറം വെച്ച് അതായത് വാമനപുരം ജംഗ്ഷന് കുറച്ച് താഴെ വെച്ചിട്ട് നദി വഴിമാറി ഒഴുകി നദിയോടുന്ന് വരുന്ന ചെല്ലഞ്ചിയിൽ നിന്ന് അവിടുത്തെ വേറൊരു ഏലായൊക്കെ പൊട്ടിച്ചെടുത്തുകൊണ്ട് നദിയുടെ ദിശ തന്നെ മാറിയിട്ടുണ്ട്. പിന്നെ അത് ഒറിജിനൽ ദിശയിലേക്ക് പോയി, പുതിയ പുഴ ഉണ്ടായില്ല. അപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്കാണ് പോയിരിക്കുന്നത്. വർക്കല, ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റികൾക്ക് കുടിവെള്ളം കൊടുക്കുന്നത്, അതുപോലെ നിരവധി പഞ്ചായത്തുകൾക്ക് കുടിവെള്ളം കൊടുക്കുന്ന ഒരു നദിയാണത്. ആ നദിയാണ് അതിൻ്റെ BOD ലെവൽ, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, അതായത് ജീവികൾക്ക് ജീവിക്കാനുള്ള BOD ലെവൽ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അത് വാട്ടർ ക്വാളിറ്റി ഇൻഡെക്സ് അനുസരിച്ച്, ജലഗുണനിലവാര ഇൻഡെക്സ് അനുസരിച്ച് പ്രയോറിറ്റി 4-ൽ വരുന്നതാണ്. അത് 6.3-ൽ കൂടുതൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അത് വളരെ അപകടകരമായ രീതിയിലാണ് BODയുടെ വന്നിരിക്കുന്നത്. ഓർഗാനിക് പൊല്യൂഷനും വളരെയധികം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ടീരിയ കണ്ടാമിനേഷൻ ധാരാളമായി വന്നിരിക്കുന്നു. ഇത് സെൻട്രൽ ഗ്രീൻ ട്രിബ്യൂണൽ, അതായത് കേന്ദ്ര ഗ്രീൻ ട്രിബ്യൂണലിന് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന് വേണ്ടി അവരുടെയും കൂടി സമ്മർദ്ദ പ്രകാരം അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ടുകൾക്ക് ശേഷം സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ തിരുവനന്തപുരം ജില്ലാ ഓഫീസാണ് ഇതിനാവശ്യമായ പഠനങ്ങൾ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഞെട്ടിപ്പിക്കുന്ന അലാമിംഗ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ നദിയെ സംബന്ധിച്ച് ഒരു നദി നരിച്ചു പോകുന്നത് അതിൻ്റെ 3 കേച്ച്മെൻറ്റ് ഏരിയ, പ്രത്യേകിച്ച് വാമനൂർ നദിക്ക് 3 കേച്ച്മെൻറ്റ് ഏരിയ പറയാൻ നമുക്ക് 3ആയി തിരിക്കാം. ഒന്ന് മലനാടിൽ നിന്ന് വരുന്ന പശ്ചിമഘട്ട മലകളിൽ നിന്ന് വരുന്ന പ്രദേശങ്ങൾ, അവിടെ വ്യാപകമായി വനം കൊള്ളയും യൂക്കാലി വെച്ച് പിടിപ്പിക്കലും ഏക വിളകളിലേക്കൊക്കെ പോയതിൻ്റെ ഭാഗമായി അതിൻ്റെ സ്ട്രീമിൻ്റെ അപ്സ്ട്രീമിൽ വളരെ കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിന് വെള്ളം വരുന്ന പ്രശ്നങ്ങളുണ്ട്. ഡൗൺ സ്ട്രീമിലേക്ക് വന്നു കഴിഞ്ഞാൽ, മിഡ്ലാൻഡ് പ്രദേശത്തേക്ക് വന്നു കഴിഞ്ഞാൽ, കിളിമാനൂർ, കാരേറ്റ്, കല്ലറ എന്നൊക്കെ പറയുന്ന ഒരു മിഡ്ലാൻഡ് പ്രദേശത്തേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അവിടെ വ്യാപകമായി മണലൂറ്റലും മറ്റൊരു കാര്യങ്ങളെല്ലാം കൊണ്ട് വലിയ പ്രതിസന്ധിയിലാണ്. നദി കയ്യേറ്റം ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ആറ്റിങ്ങൽ ഭാഗത്തേക്കൊക്കെ പോയി കഴിയുമ്പോൾ, അത് അഞ്ചുതെങ്ങ ഭാഗത്താണ് പോയി ചേരുന്നത്. ആറ്റിങ്ങൽ ഭാഗത്തേക്ക് ചെന്ന് കഴിയുമ്പോഴും ആറ്റിങ്ങലിൻ്റെ പല ഭാഗത്തു നിന്നും കോഴിയിറച്ചി വരെ പരസ്യമായി ഇതിനകത്ത് അതിൻ്റെ കോഴി വേസ്റ്റും അതുപോലെ ഇടുന്നതിൻ്റെ എത്രയോ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ മാലിന്യ സംസ്കരണത്തിൻ്റെ അശാസ്ത്രീയത കൊണ്ട് മലംഭാവം കൊണ്ട് നമ്മൾ മാലിന്യമുക്ത കേരളമൊക്കെ പ്രഖ്യാപിച്ചു എന്നാണ് പറയുന്നത്. ആര് പ്രഖ്യാപിച്ചു, എവിടെ എന്ത് നടന്നത്? നമ്മൾ തള്ളി മറിക്കാൻ കുഴപ്പമൊന്നുമുള്ളവരല്ലല്ലോ മലയാളികൾ. തള്ളി മറിക്കും, വല്ലാതെ തള്ളും. നമ്മൾ നാറാണത്ത് ഭ്രാന്തനെ പോലെ ഉരുട്ടി മലയെ കയറ്റി വീണ്ടും തള്ളും, വീണ്ടും താഴെ കൊണ്ട് വീണ്ടും തള്ളും, അങ്ങനെ തള്ളി മറിക്കും. ഇതാ മാലിന്യമുക്ത കേരളമൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പിന്നെ അതിന് ഇനിയിപ്പം കംപ്ലീറ്റ് സ്ഥലത്ത് മാലിന്യം മാറിക്കഴിഞ്ഞു. ആ നിലയിലുള്ള തള്ളലിലൊക്കെ മറിഞ്ഞ് നമ്മുടെ നദി എന്തായാലും അനുദിനം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, അതിൻ്റെ ക്വാണ്ടിറ്റി, അതിലെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് പ്രശ്നം വരുന്നു. മഴക്കാലം കഴിയും, വേനൽക്കാലത്ത് ഉപ്പുവെള്ളം വ്യാപകമായി വാമനപുരത്തിലേക്ക് കയറുന്ന രീതിയുണ്ട്. അതിൽ പമ്പ് ചെയ്യാൻ ആവശ്യമായ വെള്ളം ഇല്ലാത്ത രീതി വാമനപുരത്തുണ്ട്. അതുപോലെ തന്നെ ക്വാളിറ്റിയാണ് ഇപ്പോൾ യഥാർത്ഥ പ്രശ്നം. എന്നാൽ ഒരുപാട് ക്യാമ്പയിനുകൾ, പരിപാടികൾ, റിപ്പോർട്ടുകൾ തയ്യാറാക്കൽ എന്തെല്ലാമാണ് നടക്കുന്നത്. പിന്നെ അതിൻ്റെ ആക്ഷൻ പ്ലാൻ, അതിൻ്റെ പുറത്ത് ഫോട്ടോ എടുപ്പ്, PR വർക്ക്, അതിനൊന്നും ഒരു കുറവുമില്ല. പക്ഷേ നദി മരിച്ചുകൊണ്ടേയിരിക്കുന്നു. അനുദിനം നദി നശിച്ചുകൊണ്ടേയിരിക്കുന്നു. യാതൊരു പ്രവർത്തനവും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിനെ രക്ഷിച്ചെടുക്കുവാനുള്ള ഒരു ശ്രമവും ഒരു ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. നമ്മളെ റോഡുണ്ടാക്കാനും പാലമുണ്ടാക്കാനും മേൽപ്പാലം ഉണ്ടാക്കാനും അങ്ങനെ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനിടയിൽ കുടിവെള്ളത്തെ എല്ലാവരും മറന്നു പോകുന്നു. നല്ല വായുവും നല്ല വെള്ളവും നല്ല ഭക്ഷണവും കൊടുക്കാതെ മറ്റെന്തു കൊടുത്തിട്ടും ഒരു കാര്യമില്ല എന്നുള്ള വികസനത്തിൻ്റെ ബാലപാഠം പഠിപ്പിക്കാൻ ഇനിയും ഒരു ക്യാമ്പയിൻ വേണ്ടിവരുമോ?